മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഏപ്രിൽ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജിയാണ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. കസ്റ്റഡി കാലാവധി നീട്ടിച്ചോദിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാനാണ് ഇഡി ആവശ്യപ്പെട്ടത്. കെജ്രിവാൾ അന്വേഷണവുമായി നിസ്സഹകരണം തുടരുകയാണെന്നും ഇഡി വ്യക്തമാക്കി. ഫോണിന്റെ പാസ്വേഡ് നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. ചോദ്യങ്ങൾക്ക് എനിക്ക് അറിയില്ല എന്ന് മാത്രമാണ് മറുപടി നൽകുന്നതെന്നും ഇഡി കോടതിയിൽ പറഞ്ഞു. ജയിലിൽ തനിക്ക് 3 പുസ്തകങ്ങൾ എത്തിച്ചു നൽകണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. ഭഗവത്ഗീത, രാമായണം, ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ്സ് എന്നീ പുസ്തകങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പുസ്തകം എത്തിച്ചു നൽകാൻ കോടതി നിർദ്ദേശിച്ചു. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കണമെന്നും ലോക്കറ്റ് ധരിക്കാൻ അനുവദിക്കണമെന്നും കെജ്രിവാൾ പ്രത്യേക അപേക്ഷ നൽകി. മദ്യനയ അഴിമതി കേസിൽ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. മാർച്ച് 28 വരെയായിരുന്നു കോടതി ഇഡി കസ്റ്റഡിയിൽ വിട്ടത്. പിന്നീട് കസ്റ്റഡി ഏപ്രിൽ 1 വരെ നീട്ടുകയായിരുന്നു. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഡൽഹി രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യം മഹാറാലി സംഘടിപ്പിച്ചു. ജനാധിപത്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായാണ് ഡൽഹി രാംലീല മൈതാനത്ത് റാലി നടന്നത്. BJPയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച മഹാറാലിയിൽ രാംലീല മൈതാനം തിങ്ങി നിറഞ്ഞു. റാലിയിൽ 28ഓളം പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്തു. Waytonikah.com, the exclusive Muslim matrimonial site.